ഹായ് ഹലോ. നമുക്കപ്പോൾ ദുബായ് പെട്ടിയിലെ വിശേഷങ്ങൾ അറിഞ്ഞാലോ. ഏതൊരു പ്രവാസിയുടെ വീട്ടിലും പ്രവാസികൾ വീട്ടിൽ വന്നാൽ ആദ്യം തന്നെ ചെയ്യുന്ന ചടങ്ങെന്ന് പറയുന്നത് പെട്ടി പൊട്ടിക്കുക എന്നാണ്. അതുതന്നെയാണ് ഇവിടെയും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുരുപ്പുകളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അത് പിന്നെ എല്ലായിടത്തും അങ്ങനെ തന്നെയായിരിക്കുമല്ലോ. എന്താ കൊണ്ടുവന്നത്, എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ അറിയാൻ എല്ലാ ആകാംക്ഷയും എല്ലാവർക്കും തന്നെ ഉണ്ടാകുമല്ലോ. അതുതന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. കണ്ടില്ലേ, 4 വശത്തു നിന്നും 4 പേരും വലിച്ചുകൊണ്ടിരിക്കുക. പെട്ടി പൊട്ടിക്കുക എന്ന് പറയുന്നത് ഇതുപോലെയാകണം. കുഞ്ഞുകുരുപ്പ് ഒട്ടും വിട്ടുകൊടുക്കുന്നൊന്നുമില്ല. അവനും കിടന്ന് ആഞ്ഞു വലിയാണ്. എന്തറിഞ്ഞിട്ടാണോ എന്തോ. ഇനി പെട്ടി തുറന്നു കിട്ടാനുള്ള ഒരു വെയിറ്റിങ്ങിലാണ്. അപ്പോൾ പറഞ്ഞില്ലല്ലോ, ഇതാണ് നമ്മുടെ ദുബായ്ക്കാരി. അതിൻ്റെ ഇടയ്ക്ക് ഇവനിതെന്ത് കാണിക്കണേനും എല്ലാത്തിലും കയറും. അങ്ങനെ പെട്ടി തുറന്നു. ഇനി ആർക്കൊക്കെ എന്തൊക്കെയാണ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. ആദ്യം തന്നെ കുട്ടിക്കുറുമ്പനെയാണ് കിട്ടിയത്. അവന് കിട്ടിയത് ഒരു മുയലമ്മേനെയും പൂച്ചേനെയുമായിരുന്നു. അവനത് ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമായി. എന്നാൽ അവന് അത് പേടിയുമായിരുന്നു. അത് അടുത്തോട്ട് വരുമ്പോഴെല്ലാം അവൻ അതിനെ തട്ടിമാറ്റി കളയുകയായിരുന്നു. അടുത്തതായിട്ട് കിട്ടിയത് അമ്മച്ചിക്കായിരുന്നു. അമ്മച്ചിക്കൊരു അടിപൊളി സ്മാർട്ട് ഫോണായിരുന്നു കിട്ടിയത്. അമ്മച്ചി പൊതുവെ ഫോൺ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചേച്ചി ഫോൺ വാങ്ങിക്കൊടുത്തത്. അമ്മച്ചി ഇനി ഫോൺ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ പറഞ്ഞ് ചേച്ചി നിർബന്ധം പിടിച്ചു. അങ്ങനെ പിന്നെ അമ്മച്ചി അത് വാങ്ങേണ്ടി വന്നു. അടുത്തത് കിട്ടിയത് അപ്പിച്ചിക്കായിരുന്നു. അപ്പിച്ചിക്കൊരു അടിപൊളി വാച്ചായിരുന്നു ചേച്ചി കൊടുത്തത്. ഒപ്പം ഒരു കുപ്പിയും ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. പിന്നെ വാട്ടർ ബോട്ടിലും ചെരുപ്പും കിട്ടിയപ്പോൾ പൊന്നു ഹാപ്പിയായി. അതേപോലെ തന്നെ മാലുവിന് കിട്ടിയതും ഒരു വാട്ടർ ബോട്ടിലും ഷൂവും ആയിരുന്നു. എന്നാൽ മാലുവിന് ആ ഷൂ ഒരു ഇച്ചിരി എത്തായികയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ക്രിസയ്ക്ക് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടു. അതുകൂടാതെ പെൻസിലും ഐലൈനറുമായിട്ടുള്ള മറ്റ് സാധനങ്ങളും ഉണ്ടായിരുന്നു. ചില്ലുവിന് പിന്നെ വാട്ടർ ബോട്ടിൽ, സ്പ്രേ, പാൻറ്റ്, അങ്ങനെ പല സാധനങ്ങളുണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു ചേച്ചിയുടെ വക ഒരു ബാഗ്, സ്പ്രേ, ഐലൈനർ എല്ലാം. അതേപോലെ തന്നെ ഷിമ ചേച്ചിക്കും. പിന്നെ ചില ക്രിസ്മസ് ഐറ്റംസും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ കുരുപ്പിൻ്റെ കളിയുണ്ട്. ബാഗിൽ കയറി നിന്നായി അവൻ സാധനങ്ങൾ തപ്പുന്നത്. അവന് കൊടുത്തതൊന്നും അവന് വേണ്ട, അവൻ തപ്പിക്കൊണ്ടിരിക്കും. അടുത്ത പെട്ടി പൊട്ടിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ചോക്ലേറ്റും നട്ട്സും ഒക്കെ ആയിരുന്നു. കിട്ടിയ പാടെ ചോക്ലേറ്റ് എല്ലാവരും എടുത്തു. ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്ത ആരാ ഉള്ളേ? അവൻ ഈ പെട്ടിയിലും കയറി നിൽക്കാൻ വേണ്ടി പോവുകയായിരുന്നു. അപ്പോൾ അതേ അപ്പിച്ച് ആ പൂച്ചമ്മേനെ എടുത്ത് അവൻ്റെ അടുത്തോട്ട് ഇട്ട് കൊടുത്തു. അവൻ അത് ഇട്ട പാടെ പേടിച്ചോടിപ്പോയി. എന്നാലും അവൻ പിന്മാറിയില്ല. അവൻ ലാസ്റ്റ് ആ പെട്ടിയുടെ അകത്ത് തന്നെ കയറിയിരുന്നു സെർച്ചിങ് തുടങ്ങി. സെർച്ചിങ് മാത്രമല്ല, അവനെ കൊണ്ടാവുന്ന രീതിയിലുള്ള കുറിപ്പുകൾ അവൻ ചെയ്യുന്നുണ്ട്. എന്ത് പറയുക. അപ്പം നമ്മുടെ ദുബായ് പെട്ടി വിശേഷങ്ങളൊക്കെ തീർന്നു. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്. അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ലൈക്കും കമൻറ്റും ചെയ്യണേ.